മലയാള സിനിമയിൽ വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് സ്ഥാനമുറപ്പിച്ച നടനാണ് ബാബുരാജ്. മലയാളം, തെലുങ്ക്, ഹിന്ദി ചിത്രങ്ങളിൽ ബാബുരാജ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 7 വർഷത്തോളം ബാബുരാജ് ഒരു അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് സിനിമയിലേക്ക് എത്തിയത്. അഭിനേതാവ് എന്നതിലുപരി ഒരു വക്കീൽ കൂടിയാണ് ഇദ്ദേഹം. ജേക്കബ് ഒലീക്കലിന്റെയും കാർമിലെ തോട്ടുങ്കലിന്റെയും മകനായിട്ടാണ് ബാബുരാജ് ജനിച്ചത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം സിനിമ ജീവിതം ആരംഭിച്ചത്. 1993 റിലീസ് ചെയ്ത ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബാബുരാജിന്റെ അരങ്ങേറ്റം. ഹൽചൽ എന്ന ഹിന്ദി ചിത്രത്തിലും ബാബുരാജ് വില്ലനായി അഭിനയിച്ചിട്ടുണ്ട്. 4 മലയാള ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും നടൻ നിർമ്മിച്ചും കഴിഞ്ഞു. ബ്ലാക്ക് ഡാലിയ എന്ന ചിത്രത്തിലൂടെ 2009 ബാബുരാജ് ഒരു സംവിധായകൻ എന്ന നിലയിലും അരങ്ങേറ്റം കുറിച്ചു. നടൻ ബാബുരാജിന്റെ ഭാര്യയായ വാണി വിശ്വനാഥ് ആയിരുന്നു ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഒരു തവണ വിവാഹമോചിതനായ ആളാണ് ബാബുരാജ്. 2 തവണ ഇദ്ദേഹം വിവാഹം ചെയ്തു. ആദ്യ ഭാര്യയിൽ ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണ് ഉള്ളത്. അഭയ്, അക്ഷയ് എന്നിവരാണ് ഈ 2 മക്കൾ. രണ്ടാമതാണ് അദ്ദേഹം വാണി വിശ്വനാഥിനെ വിവാഹം ചെയ്തത്. തൃശൂർ ജില്ലയിൽ ജനിച്ച വാണി വിശ്വനാഥ് ജോത്സ്യനായ വിശ്വനാഥിന്റെ വീട്ടമ്മയായ ഗിരിജയുടെയും മകളാണ്. റാഫേൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച നടി പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. വിവാഹശേഷം വാണി വിശ്വനാഥ് ചില സിനിമകളിൽ അതിഥി വേഷത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിന്താമണി കൊലക്കേസിലും വാണി വിശ്വനാഥിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി പിന്നീട് ബ്ലാക്ക് ഡാലിയ എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. ഇപ്പോൾ TV സീരിയലുകളിലാണ് താരം തിരക്കിലായിരിക്കുന്നത്. ഇവരുടെ പ്രണയകഥ ഒരു കാലത്ത് ഏറെ വൈറലായി മാറിയിരുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ബാബുരാജ് വാണി വിശ്വനാഥ് പ്രണയം ആരംഭിച്ചത്. ഒരിക്കൽ വാണി വിശ്വനാഥ് ഒരു പാട്ട് പാടി അതിന്റെ ബാക്കി പാടാൻ ബാബുരാജിനോട് ആവശ്യപ്പെട്ടു. പാട്ടിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത റഫ് ആൻഡ് ടഫാണ് ബാബുരാജ് എന്നാണ് വാണി വിശ്വനാഥ് കരുതിയത്. അന്നത്തോടെ എല്ലാ ധാരണകളും തെറ്റി. പാട്ടിന്റെ ബാക്കി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പാടി. വാണി മാത്രമല്ല, സെറ്റിലെ എല്ലാവരും ബാബുരാജ് പാടുന്നത് കണ്ട് ഞെട്ടിപ്പോയി. അവിടെ നിന്നാണ് ആ പ്രണയം ആരംഭിച്ചത്. പിന്നീട് എപ്പോഴും ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഫോണിൽ മണിക്കൂറോളം സംസാരിക്കും. അങ്ങനെ ഇരുവരും അടുത്തു. നല്ല സുഹൃത്തുക്കളായി. ഒരുപാടടുത്തപ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ബാബുരാജ് എന്ന് മനസ്സിലായി. ഇന്നുവരെയും അതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ലെന്നും ഇരുവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 24 മണിക്കൂറിൽ 23 മണിക്കൂറും തങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം അവരവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ടെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. 2 കുട്ടികളാണ് വാണി വിശ്വനാഥ് ബാബുരാജ് ദമ്പതികൾക്കുള്ളത്. ആർച്ച ജേക്കബ്, ആർദ്രി ജേക്കബ് എന്നിവരാണ് ഈ മക്കൾ. 15-ാം വയസ്സിലാണ് നായികയായി വാണി വിശ്വനാഥ് ആദ്യമായി അഭിനയിച്ചത്. സൂപ്പർ താരവും മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിന്റെ നായികയായിട്ടായിരുന്നു അരങ്ങേറ്റം. 46 കഴിഞ്ഞ വാണി വിശ്വനാഥ് ഇപ്പോഴും തെലുങ്കിൽ ഏറെ താരമൂല്യമുള്ള നായിക നടി തന്നെയാണ്. മിനി സ്ക്രീനിലും താരം മിന്നുന്ന താരം തന്നെയാണ്. ജയ ജാനകി നായിക എന്ന സിനിമയിൽ 4 സീനിൽ അഭിനയിക്കുന്നതിന് വാണിക്ക് കിട്ടിയ പ്രതിഫലം 40 ലക്ഷം രൂപയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിലും അന്യഭാഷയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന അത്ര ഉയരത്തിൽ നിന്ന് ഒരു നായികയായിരുന്ന സമയത്താണ് വാണി വിശ്വനാഥും ബാബുരാജും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. അതോടെ സിനിമയിൽ നിന്നും താരം ഇടവേള എടുക്കുകയായിരുന്നു. 4 മക്കളുമൊത്ത് സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. ഇത്രയും വർഷങ്ങളായിട്ടും ഇവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഒന്നും തന്നെയില്ല. ആദ്യ ബന്ധത്തിൽ ബാബുരാജിന് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ അഭയ് മൂന്നാറിലെ റിസോർട്ട് നോക്കുകയാണ്. രണ്ടാമത്തെ മകൻ അക്ഷയ് ലണ്ടനിൽ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കുന്നു. വാണി വിശ്വനാഥിനും ബാബുരാജിനും മറ്റു 2 മക്കൾ കൂടിയുണ്ട്. അതാണ് മൂന്നാമത്തെ മകൾ ആർച്ച. +2-വിനാണ് ആർച്ച പഠിക്കുന്നത്. 4ാമത് മകൻ അദ്രിയാണ്. 7ാം ക്ലാസ്സിലാണ് മകൻ പഠിക്കുന്നത്. 2 മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ചർച്ചകളൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. ക്രിസ്ത്യാനിയായ ബാബുരാജും ഹിന്ദുവായ വാണി വിശ്വനാഥും തമ്മിൽ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ വിവാഹമോ വേർപെടുത്തലോ കുട്ടികളോ മതമോ ഒന്നും ബാധിക്കാതെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇവർ. ഇവരുടെ മക്കളെ കണ്ടാൽ സിനിമാ നായകന്മാരെ പോലെയുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഇടയ്ക്ക് ചില ചർച്ചകളിലും ബാബുരാജിന്റെ മകന്റെ പേര് ഉയർന്ന് കേട്ടിരുന്നു. മകന്റെയോ മകളുടെയോ ഒന്നും ചിത്രങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയ പലപ്പോഴും ഈ ചിത്രങ്ങൾ തിരഞ്ഞ് കണ്ടെത്താറുമുണ്ട്.